Welcome to Nandabee's YouTube channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മേഘയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, മലയാളി ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മേഘയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇവിടെ ആക്ച്വലി കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കാട്ടിത്തരാം കേട്ടോ, ഇത് കേക്ക് ഫ്രോസൺ കേക്കാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ 9 മണിയായി. പെട്ടെന്ന് തന്നെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം, എല്ലാവരും വർക്കിലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് രാത്രിയാണ് കട്ട് ചെയ്യാൻ ഓർത്തിരിക്കുന്നത്. അതേപോലെ അനു ഉണ്ട് ഇവിടെ. അനു അവിടെ ഇരുട്ടാവും. ഹായ്, കുറച്ച് ഫ്രണ്ടിലേക്ക് വരൂ. അവളിപ്പം കുളിയൊക്കെ കഴിഞ്ഞോണ്ട് നല്ല അലമ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങള് അനു ഇപ്പൊ വരുന്നില്ല ആക്ച്വലി. അവൾ ഇന്നിപ്പോൾ വരുന്നില്ല. അപ്പം ഞങ്ങൾ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരിപ്പോൾ താഴേക്ക് വരും. ഒന്നിച്ച് മേഘയുടെ അടുത്തേക്ക് പോയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ പോയിട്ട് വരൂ. വരുന്നോ നീ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരും. ആണോ? ഓക്കെ എന്നാ. അപ്പോൾ ഇനി മേഘയുടെ അവിടെ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് കാണാം. മേഘയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, കുട്ടി സെലിബ്രേഷനാണ്, ഒത്തിരി വലുതൊന്നും അല്ല, എന്നാലും അതൊക്കെ കാണാം. ഓക്കെ, മേഘയുടെ അടുത്തേക്കൊക്കെ പോവുകയാണ്. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ കാട്ടാനായിട്ട് മറന്നുപോയി. ആക്ച്വലി ഞാൻ മേഘയ്ക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിയോഡ്രൻറ്റ് പെർഫ്യൂമാണിത്, അതുകൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൊടുക്കണം. അങ്ങനെ അപ്പോൾ പോയിട്ടിനി കാണാം. അവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, കേക്ക്. അപ്പം ഇതാണ് ഗൈസ് കേക്ക്. അയ്യോ ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ്. ഇതെന്താ? ഓക്കെ. ഇപ്പം ദേ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അശ്വിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കറിയില്ല, ഇതാണ് അഭിനവ്, ഇത് ദേവ്. മാസ്ക് വെച്ചിട്ട് മനസ്സിലാവില്ല. മാസ്ക് വെച്ചേക്ക്, അവരൊക്കെ വർക്കിലായിരുന്നു. ദേവ്, എന്താ മേഘയുടെ ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ മേഘ. ആണോ? നീ അശ്വിൻ വരുന്നുണ്ട്, ഇതെന്റെ വേറൊരു ഫ്രണ്ടാണ്. അശ്വിൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ദേവിൻ്റെ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി. അപ്പോൾ പുള്ളി അതിനെയും പമ്പൊക്കെ എടുത്തിട്ട് വരാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് അശ്വിനെ ഹായ്. അശ്വിൻ പറയുന്ന കേക്കിന്റെ സൈസ് പോരാന്നാണ്. അങ്ങനെ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. Happy birthday to you. Happy birthday dear Megha. Happy birthday to you. കാൻഡിലില്ല. ഹായ് മേഘ, എന്താ പറയാനുള്ള എൻ്റെ യൂട്യൂബ് വ്ളോഗേഴ്സ് വ്യൂവേഴ്സിനോട്? എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞെട്ടിയോ? ഉറക്കത്തിന്ന് വിളിച്ചത് അതേ കേക്ക്. നല്ല കത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു. മേഘൻ പാടുക. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മേഘ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനോ? ഇല്ലില്ല, കഴിഞ്ഞില്ല. അതാണോ? കത്തി കൊണ്ടോന്നോ? മേടിച്ചോ കത്തിടിച്ചോ പ്രശ്ന കൊടുത്തില്ല. അയ്യോ, അതിലൊന്നുമില്ല. വേറെ പീസ് വേണോ?
സൂബിൻ പണ്ടണം അച്ഛാ മറ്റേ യൂട്യൂബ് വീഡിയോ വെച്ചാ നീ അശ്വിനി പിറന്നാളിനെ കുറിച്ച് എന്താ പറയാള്? നല്ല അഭിപ്രായം. അഭിനവന് എന്താ മേഘയുടെ ബർത്ത്ഡേനെ കുറിച്ച് പറയാള്? ഒന്നും പറയാ. ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ടീവ് എന്ത് എന്താ വൈൻഡപ്പ് ചെയ്യണില്ലേ വീഡിയോ? ആക്ച്വലി ഞാനതല്ല കേക്ക് ഉണ്ടാക്കാന്ന് ഓർത്തത്. പക്ഷേ ഉണ്ടാക്കാൻ നടന്നില്ല. പിന്നെ റോയ വീഡിയോ. ഹായ് ഗൈസ്, അപ്പോൾ മേഘയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആക്ച്വലി കഴിഞ്ഞു. ഞാനിപ്പോഴാണിത് കാണുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മോർണിംഗ് റുട്ടീൻ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ്, അത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മേഘയുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ റിയലൈസ്ഡ് ഞാൻ മേഘയുടെ വീഡിയോയ്ക്ക് കുക്കറാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ മേഘയുടെ വീഡിയോയ്ക്ക് ഒരു വൈൻഡപ്പ് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ വൈൻഡപ്പായിട്ട് ഞാനിപ്പോൾ എന്താ പറയുക, നല്ല ടു ബി ഫ്രാങ്ക് അന്നേരത്തെ പെട്ടെന്ന് ഒന്നിങ്ങനെ കിടന്നു. അത്യാവശ്യം നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അന്നേരത്ത് എടുക്കണം എന്നൊക്കെയാണ് ഓർത്ത്. പക്ഷേ എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ വൈൻഡപ്പ് ഒന്നും എടുത്തില്ല. അപ്പം എന്താ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്താണേലും അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വിശേഷം. ഇനി നെക്സ്റ്റ് വ്ളോഗ് ഇപ്പം തന്നെ വരും, അടുത്ത വ്ളോഗ്. അതിന് മുന്നേ എടുത്തൊരു വ്ളോഗ് ഉണ്ട്. ഞാൻ ആക്ച്വലി റിസോവ് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട് അവിടെ പോയത്. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനും വൈൻഡപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇടാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ഞാൻ എടുക്കുന്ന മിക്കവാറും മോർണിംഗ് റുട്ടീൻ പോലെ എന്നൊക്കെ പറയേണ്ടതായിരിക്കും മോസ്റ്റ്ലി ഇടാൻ പോവാം ഇപ്പോൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.